الأرض وما بينهما فاعبده واصطبر لعبادته هل تعلم له سميا. ഇതാണ് നമ്മൾ അവസാനം പറഞ്ഞു വെച്ചത്. ആകാശങ്ങളുടെയും ഭൂമികളുടെയും റബ്ബ് രക്ഷിതാവ്, മാത്രമല്ല അവക്കിടയിലുള്ളവയുടെയും. ആ ഫഅ്ബുദുഹു വസ്തബിർ ലിഇബാദതി, ആ റബ്ബിനെ നിങ്ങൾ ആരാധിക്കുക, ആ റബ്ബിനുള്ള ഇബാദത്തിന്റെ മേൽ നിങ്ങൾ ക്ഷമിക്കുകയും ചെയ്യുക. അതൊക്കെ വളരെ ശ്രദ്ധേയമായ ചില വാക്കുകളാണ്. ഇബാദത്ത് ചെയ്യുക, ഇബാദത്തിന്റെ മേൽ ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ ഇബാദത്ത് ചെയ്യുന്ന സമയത്ത് വളരെ അനിവാര്യമായ ഒരു സംഗതിയാണ് ക്ഷമ. ധൃതി പിടിച്ചുള്ള ഇബാദത്തുകളൊക്കെ ആലോചിക്കേണ്ടതാണ്. ടൈം ഇല്ലാത്തതിന്റെ പേരിൽ അല്ലേ, ഈ കടമ കഴിക്കാൻ വേണ്ടിയുള്ള ചില കാട്ടിക്കൂട്ടലുകളല്ല യഥാർത്ഥത്തിൽ ഇബാദത്ത്. ഇബാദത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുങ്ങണം. നമ്മൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ കഴിയണം, അതിൻ്റെ ഇടയിൽ ഉള്ള സമയത്തിനനുസരിച്ച് ഇബാദത്തും ചെയ്യണം എന്നൊരു നിലപാടാണ് ഇപ്പോൾ ഉള്ളത്. അതിന് മാറ്റം വരണം. നമ്മുടെ മുഖ്യമായ വിഷയം ഇബാദത്തായിരിക്കണം. അത് കഴിഞ്ഞിട്ടുള്ള സമയങ്ങൾ മറ്റു കാര്യങ്ങൾക്ക് ഉപയോഗിക്കണം. അതാണ് വസ്തുബിറുൽ ഇബാദത്തി. അപ്പോൾ ഇബാദത്തിന് നിങ്ങൾ, ആ റബ്ബിന് നിങ്ങൾ ഇബാദത്ത് ചെയ്യുകയും ഇബാദത്തിന്റെ മേൽ നിങ്ങൾ ക്ഷമിക്കുകയും ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായും ഇവിടെ ഒരു ചോദ്യമുണ്ട്. അതെന്താ? ഇബാദത്ത് കൊണ്ട് എന്ത് നേട്ടമാണുള്ളത്? അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യാൻ പറഞ്ഞു അല്ലേ? എന്തിന് ഇബാദത്ത് ചെയ്യുന്നു? എന്താണ് ഇബാദത്തുകൾ കൊണ്ട് എന്ത് നേട്ടമാണ് നമുക്ക് ലഭിക്കാനുള്ളത് എന്നൊരു ചോദ്യം. ദുന്യാവിൽ ഇബാദത്ത് കൊണ്ട് എന്തായാലും നേട്ടങ്ങളുണ്ടോ? ഇല്ല. പ്രത്യക്ഷമായ ഒരു നേട്ടവും ദുന്യാവിൽ ഇബാദത്തുകളെ കൊണ്ട് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. പിന്നെ എന്തിനാണ് ഈ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി പറയുന്നത്? ഇത്ര കഠിനാധ്വാനം ചെയ്തുകൊണ്ടുള്ള ഇബാദത്തിന്റെ ആവശ്യകത എന്താണ് എന്നൊരു ചോദ്യം സ്വാഭാവികമായും ഉയർന്നു വരാം. തൊട്ടടുത്തുള്ള ആയത്ത് അതിനുള്ള ഒരു വിശദീകരണവും മറുപടിയും എന്ന നിലക്ക് നമുക്ക് ഉൾപ്പെടുത്താവുന്നതാണ്. അതായത് 65-ാമത്തെ ആയത്തിനോട് 66-ാമത്തെ ആയത്ത്, ഈ ആയത്ത് പറഞ്ഞ ശേഷം പിന്നെ മറ്റ് 66-ാമത്തെ ആയത്ത് നമ്മൾ ഇതുമായി ബന്ധമുണ്ടാകുന്നത് എങ്ങനെ എന്നൊരു സംശയം, ഒരു ചോദ്യമുണ്ടാവാം. ആ ബന്ധമാണ് ഞാൻ പറയുന്നത്. 65-ാമത്തെ ആയത്തിൽ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നതിനെ കുറിച്ചും ഇബാദത്തിന്റെ മേൽ ക്ഷമിക്കുന്നതിനെ കുറിച്ചും പറയുമ്പോൾ എന്താണ് ഈ ഇബാദത്തുകളെ കൊണ്ട് എന്തു നേട്ടമാണുള്ളത്, ആർക്ക് വേണ്ടിയാണ് ഈ ഇബാദത്ത്, എന്താണ് ദുനിയാവിൽ ഇതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും കാണുന്നില്ല, പിന്നെ എന്തിന് ഇബാദത്ത് ചെയ്യണം എന്നൊരു ചോദ്യം. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല തൊട്ടടുത്ത ആയത്തിൽ വിവരിക്കുന്നത്. وَيَقُولُ الْإِنسَانُ أَإِذَا مَا مِتُّ لَسَوْفَ أُخْرَجُ حَيًّا. മനുഷ്യൻ പറയും, أَإِذَا مَا مِتُّ لَسَوْفَ أُخْرَجُ حَيًّا. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്നെ ജീവനുള്ളവനായി പുറത്തു കൊണ്ടുവരുമോ? ഞാൻ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്കൊരു ജീവിതമുണ്ടോ? പിന്നെ എന്നെ ജീവനുള്ളവനായി തിരിച്ചു കൊണ്ടുവരുമോ എന്ന് മനുഷ്യൻ ചോദിക്കും. ഈ ആയത്തിറങ്ങാൻ ഒരു കാരണമുണ്ട്. ഒരു ദിവസം മുനാഫിഖീങ്ങളുടെ നേതാവായ ഒരു വ്യക്തി, അയാൾ ഉബയ്യ് ബിൻ ഖലഫ് എന്ന് പറയുന്ന മുനാഫിഖീങ്ങളുടെ നേതാവായിരുന്നു അദ്ദേഹം. അയാൾ ഒരു ദിവസം അയാൾക്കൊരു ദ്രവിച്ച എല്ലിന്റെ അസ്ഥിയുടെ കഷ്ണം അയാളുടെ കയ്യിൽ കിട്ടി. മനുഷ്യന്റെ ദ്രവിച്ച അസ്ഥി അയാളുടെ കയ്യിൽ കിട്ടി. ഒരു എല്ല്, നുരുമ്പിപ്പോയൊരു എല്ല് കിട്ടി. പല കാരണങ്ങളും പറയുന്നുണ്ട്. അതിലൊരു കാരണം ഞാൻ ഈ പറയുന്നത്. അങ്ങനെ അയാള് തന്റെ കൈ കൊണ്ട് ആ എല്ല് പൊടി പൊടിയാക്കി കളഞ്ഞു. എന്നിട്ട് അയാൾ പറഞ്ഞു,
زعم محمد صلى الله عليه وسلم أننا نبعث بعد الموت. മുഹമ്മദ് വാദിക്കുന്നു, മരണശേഷവും നമ്മളെ പുനരുദ്ധാരണം നടത്തുമെന്ന് മുഹമ്മദ് വാദിക്കുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ എല്ല്, ഇതുപോലത്തെ എല്ലിന്റെ അവസ്ഥ ഇത് കണ്ടോ, ദ്രവിച്ച് പൊടി പൊടിയായി പോയി. മുഹമ്മദ് പറയുന്നു നമ്മൾ മരണശേഷം രണ്ടാമത് വീണ്ടും പുനരുദ്ധാരണം ചെയ്യപ്പെടുമെന്ന് പറഞ്ഞുകൊണ്ട് തന്റെ ആളുകളുടെ ഇടയിൽ, ജൂതന്മാരുടെയും മുനാഫിഖീങ്ങളുടെയും ഇടയിൽ അയാൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അധിക്ഷേപിക്കാൻ തുടങ്ങി. ആ സമയത്ത് ബഹുമാനപ്പെട്ട മുഖറബുൽ അംലാഖ് ജിബ്രീൽ അലൈഹിസ്സലാം വന്നു. ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് ഓതിക്കൊടുത്തു, വയഖൂലുൽ ഇൻസാനു അഇദാ മാ മിത്തു ലസൗഫ ഉഖ്റജു ഹയ്യാ. മനുഷ്യൻ പറയും, ഞാൻ മരിച്ചതിന്റെ ശേഷം എന്നെ വീണ്ടും ജീവനുള്ളവനായി എന്നെ പുറത്തു കൊണ്ടുവരുമോ? അവലാ യദ്കുറുൽ ഇൻസാനു അന്നാ ഖലഖനാഹു മിൻ ഖബ്ലു വലം യകു ശൈആ. എന്നാൽ മനുഷ്യൻ ഓർക്കുന്നില്ലേ, അവനെ മുമ്പ് നാം അവനെ സൃഷ്ടിച്ചു. വലം യകു ശൈആ, അവൻ ഒന്നുമല്ലാത്ത അവസ്ഥയിൽ നിന്ന്, അവൻ ഒരു ശൈഅേ അല്ലാതിരുന്ന അവസ്ഥയിൽ നിന്ന് അവനെ നാം മുമ്പ് സൃഷ്ടിച്ചില്ലേ? ഇത് മനുഷ്യൻ ഓർക്കുന്നില്ലേ എന്ന്. മനസ്സിലായോ? അതായത് മുമ്പ് ഇല്ലായ്മയിൽ നിന്ന് സൃഷ്ടിച്ച ഒരാൾക്ക് പിന്നീട് പൂർവാവസ്ഥയിലേക്ക് മടക്കുക എന്നത് പ്രശ്നമുള്ള കാര്യമാണോ? ഇല്ലായ്മയിൽ നിന്ന് ഒരു സംഗതിയെ സൃഷ്ടിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്ന ഒരു വസ്തുവിനെ പൂർവാവസ്ഥയിലേക്ക് രണ്ടാമതും മടക്കുക എന്ന് പറഞ്ഞാൽ അത് ഒരു നിസ്സാരമായ കാര്യമാണ്. അപ്പൊ ഉബയ്യ് ഇബ്നു ഖലഫിന്റെ ഈ പ്രവൃത്തി അതിനുള്ള മറുപടിയുമായിട്ടാണ് വിശുദ്ധ ഖുർആനിൽ ഈ ആയത്തിറങ്ങിയത് എന്ന് മുഫസ്സിരീങ്ങൾ വ്യാഖ്യാനിച്ചു. വേറെയും ചില അഭിപ്രായങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിലും, അപ്പോ ഇവിടെ നമ്മൾക്ക് മനസ്സിലാക്കേണ്ടത്, മുമ്പുള്ള ആയത്തിൽ ഇബാദത്തിനെ കുറിച്ച് പറയുകയും ഇബാദത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് സൂചിപ്പിക്കുകയും ചെയ്തു. അതോടൊപ്പം ശത്രുക്കളായ ഇസ്ലാമിന്റെ വിരോധികളായ ചില ആളുകൾ, ബഅസിനെ നിഷേധിച്ചിരുന്ന ആളുകൾ, അബൂജഹലിനെ പോലുള്ള ആളുകളൊക്കെ പുനരുദ്ധാരണത്തെ നിഷേധിച്ച ആളുകളാണ്. അബൂജഹലൊന്നും മരണാനന്തര ജീവിതത്തെ അംഗീകരിച്ച ആളുകൾ അല്ല. അബൂജഹലിനെ സുന്നിയാക്കാൻ വേണ്ടി മത്സരിക്കുന്ന ചില ആളുകളെ ആധുനിക യുഗത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, അല്ലേ? അബൂജഹലിനെയും അബൂജഹലിനെ പോലുള്ള മക്കാ മുശ്രിക്കുകളൊക്കെ സുന്നികളാണ് എന്ന് വരുത്തി തീർക്കാൻ, അവർ വലിയ തൗഹീദിന്റെ ആളുകളായിരുന്നു എന്ന് വരുത്തി തീർക്കാൻ ചില ആളുകൾ അടുത്ത കാലത്ത് ശ്രമം നടത്തിയിട്ടുണ്ട്, തുടങ്ങിയിട്ടുണ്ട്. അവരൊക്കെ മനസ്സിലാക്കേണ്ടതാണ്, അബൂജഹൽ ബഅസിനെ അംഗീകരിച്ചിരുന്നില്ല, അതുപോലെ പലരും. അപ്പോൾ ബഅസിനെ അംഗീകരിക്കാത്ത, പുനരുദ്ധാരണത്തെ അംഗീകരിക്കാത്ത ഒരു വിഭാഗം ആളുകൾ ഒരു ഭാഗത്ത്, ഉബയ്യ് ഇബ്നു ഖലഫിനെ പോലുള്ള ആളുകൾ ബഅസുമായി ബന്ധപ്പെട്ട് ഹബീബായ റസൂലുള്ളാഹി തങ്ങളെയും മുസ്ലിമീങ്ങളെയും പരിഹസിച്ചുകൊണ്ട് മറ്റൊരു ഭാഗത്ത് നിഷേധികളായ ആളുകൾ. ഈ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല കനത്ത താക്കീതായി മനുഷ്യരെ, മാനവ സമൂഹത്തെ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിന്നും നിങ്ങളെ അല്ലാഹു സൃഷ്ടിച്ചു. ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിന്ന്. അങ്ങനെയുള്ള റബ്ബിനെ സംബന്ധിച്ചിടത്തോളം പിന്നീട് സൃഷ്ടിക്കപ്പെട്ട ഒരു വസ്തുവിനെ പൂർവാവസ്ഥയിലേക്ക് മടക്കുക എന്നതൊരു വിഷയമല്ല. അവലാ യദ്കുറുൽ ഇൻസാനു അന്നാ ഖലഖനാഹു മിൻ ഖബ്ലു വലം യകു ശൈആ. മനുഷ്യൻ ഓർക്കുന്നില്ലേ, അവനെ നാം മുമ്പ് സൃഷ്ടിച്ചു. വലം യകു ശൈആ, അവൻ ഒന്നുമല്ലാത്ത അവസ്ഥയിൽ അവനെ നാം സൃഷ്ടിച്ചു എന്ന്. ഇവിടെ വയഖൂലുൽ ഇൻസാനു എന്നാണ് അല്ലാഹു തആല പ്രയോഗിച്ചത്. മനുഷ്യൻ പറയുമെന്ന്, അല്ലേ? ഇവിടെ മനുഷ്യൻ പറയുന്നതാണ്. ഇൻസാൻ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഇൻസാൻ തന്നെയാണ്.
ഞാനും ഇൻസാനാണ്, നിങ്ങളും ഇൻസാനാണ്, എല്ലാവരും ഇൻസാനാണ്. അപ്പോൾ പിന്നെ ഇൻസാൻ എന്ന പ്രയോഗം കൊണ്ട് ഇവിടെ ഉദ്ദേശം ആരാണ്? ബഅത്തിനെ നിഷേധിച്ച ആളുകൾ മാത്രമാണ്. അല്ലാതെ എല്ലാ മനുഷ്യരെയും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇൻസാൻ എന്ന് പ്രയോഗിച്ചെങ്കിലും ഇവിടെ എല്ലാ മനുഷ്യരെയും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇതിൽ ആര് മാത്രമേ ഉൾപ്പെട്ടിട്ടുള്ളൂ? ബഅത്തിനെ നിഷേധിച്ച ആളുകൾ മാത്രമേ ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളൂ, അവരെ മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ഇന്നൽ ഇൻസാന ഖുലിഖ ഹലൂഅ, ഖുർആൻ പറഞ്ഞില്ലേ? അതേപോലെയുള്ള ഒരു പ്രയോഗം. മനുഷ്യനെ ക്ഷമകെട്ടവനായ അവസ്ഥയിൽ സൃഷ്ടിക്കപ്പെട്ടു, ആർത്തിയുള്ളവനായ അവസ്ഥയിൽ സൃഷ്ടിക്കപ്പെട്ടു. എല്ലാവരും ആർത്തിയുള്ള ആളുകളാണോ? അല്ല. പിന്നെ ഇവിടെ ആർത്തിയുള്ള ആളുകളെ കുറിച്ചാണ് പറഞ്ഞത്. ഇന്നൽ ഇൻസാന ഖുലിഖ ഹലൂഅ, ഇത് ആർത്തിയുള്ള അക്ഷമരായ ആളുകളെ കുറിച്ചാണ് പറഞ്ഞത്. എന്നാൽ എല്ലാ ആളുകളും ആ ഗണത്തിൽപ്പെടില്ല. അപ്പൊ ഇൻസാൻ എന്ന പ്രയോഗം കൊണ്ട് എല്ലാ മനുഷ്യരെയും ഇവിടെ ഉദ്ദേശിക്കുന്നില്ല. പിന്നെ ബഅത്തിനെ നിഷേധിക്കുന്ന, പുനരുദ്ധാരണമില്ല എന്ന് പറയുന്ന ആളുകളെ മാത്രമേ ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടല്ലോ? അതേപോലെ ഒരുപാട് പ്രയോഗങ്ങൾ. അം യഹ്സുദൂനൻ നാസ അലാ മാ ആതാഹുമുല്ലാഹു മിൻ ഫദ്ലിഹി, ഇവിടെ നാസ് എന്ന പ്രയോഗം കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ് ഉദ്ദേശിച്ചത്. ജൂതന്മാർ ഹബീബായ മുത്തുനബിയോട് ഹസദ് വെച്ചപ്പോൾ, അസൂയ വെച്ചപ്പോൾ അതിനാക്ഷേപിച്ചുകൊണ്ട് ഇറങ്ങിയതാ. ഇവിടെ അന്നാസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അപ്പൊ ഖുർആനിൽ ഇതുപോലെ നാസ് എന്ന് പ്രയോഗിക്കുകയും അതിൽ ചില ആളുകളെ അല്ലെങ്കിൽ ചില വ്യക്തികളെ ഉദ്ദേശിക്കുകയും ചെയ്തുകൊണ്ടുള്ള നിരവധി ആയത്തുകൾ വേറെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ പറഞ്ഞ വയഖൂലുൽ ഇൻസാൻ എന്ന് പറഞ്ഞ ഇൻസാൻ, അത് എല്ലാ ആളുകളും ബഅസിനെ നിഷേധിക്കുന്നവരാണ് എന്ന അർത്ഥത്തിലല്ല. പിന്നെ ബഅസിനെ, പുനരുദ്ധാരണത്തെ നിഷേധിക്കുന്ന ആളുകൾ, ഉബയ്യ് ഇബ്നു ഖലഫിനെ പോലെയുള്ള, അബൂജഹലിനെ പോലെയുള്ള പുനരുദ്ധാരണത്തെ നിഷേധിക്കുന്ന ആളുകളെയാണ് ഇവിടെ അള്ളാഹു ഉദ്ദേശിക്കുന്നത്. അവരോടാണ് അള്ളാഹുവിന്റെ ഈ താക്കീതുള്ളത്. അവലാ യദ്കുറുൽ ഇൻസാൻ, അങ്ങനെയുള്ള ആളുകൾ അവർ ആലോചിക്കുന്നില്ലേ, അവർ ഓർക്കുന്നില്ലേ? അന്നാ ഖലഖനാഹു മിൻ ഖബ്ലു വലം യകു ശൈആ, ഒന്നുമല്ലാത്ത അവസ്ഥയിൽ നിന്ന് അവരെ നാം സൃഷ്ടിച്ചു എന്നവർ ഓർക്കുന്നില്ലേ? ഒന്നുമല്ലാത്ത അവസ്ഥയിൽ നിന്ന് സൃഷ്ടിച്ച ആളുകൾ, ഒന്നുമല്ലാത്ത അവസ്ഥയിൽ നിന്ന് സൃഷ്ടിച്ച റബ്ബിനെ സംബന്ധിച്ചിടത്തോളം പിന്നീട് പൂർവാവസ്ഥയിലേക്ക് മടക്കുക എന്നതൊരു പ്രയാസമുള്ള കാര്യമല്ല. വയഖൂലുൽ ഇൻസാനു അഇദാ മാ മിത്തു ലസൗഫ ഉഖ്റജു ഹയ്യാ അവലാ യദ്കുറുൽ ഇൻസാനു അന്നാ ഖലഖനാഹു മിൻ ഖബ്ലു വലം യകു ശൈആ. ഇവിടെ അല്ലാഹു ലസൗഫ ഉഖ്റജു ഹയ്യാ, തീർച്ചയായും അല്ലേ, ലസൗഫ ഉഖ്റജു ഹയ്യാ. എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ പ്രയോഗിച്ചത്? ലസൗഫ ഉഖ്റജു ഹയ്യാ, ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ബഅസിനെ നിഷേധിക്കുന്ന ആളുകളോട് കനത്ത താക്കീത് പറഞ്ഞ ശേഷം തുടർന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, فَوَرَبِّكَ لَنَحْشُرَنَّهُمْ وَالشَّيَاطِينَ. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം ചെയ്തുകൊണ്ട് തഅക്കീദ് ചെയ്തുകൊണ്ട് പറയുകയാണ്, فَوَرَبِّكَ لَنَحْشُرَنَّهُمْ وَالشَّيَاطِينَ ثُمَّ لَنَحْضِرَنَّهُمْ حَوْلَ جَهَنَّمَ جِثِيًّا. തീർച്ചയായും
അങ്ങയുടെ റബ്ബിനെ തന്നെയാണ് സത്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയാൻ, ഫവറബ്ബിക ലനഹ്ശുറന്നഹും, തീർച്ചയായും അങ്ങയുടെ റബ്ബിനെ തന്നെയാണ് സത്യം. ലനഹ്ശുറന്നഹും, അവരെ നാം ഒരുമിച്ച് കൂട്ടുക തന്നെ ചെയ്യും. വശയാത്വീൻ, പിശാചുക്കളെയും അവരെയും നാം ഒരുമിച്ച് കൂട്ടും. സുമ്മ ലനുഹ്ളിറന്നഹും, പിന്നീട് നാം നിശ്ചയം അവരെ ഹാജരാക്കുകയും ചെയ്യും. ഹൗല ജഹന്നം, നരകത്തിന്റെ ചുറ്റുഭാഗത്തുമായി അവരെ നാം ഒരുമിച്ച് കൂട്ടും, ഹാജരാക്കുകയും ചെയ്യും. ജിസിയായ അവസ്ഥയിൽ, ജിസിയ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ നിരാലംബനായി ഗതികെട്ടവനായി ഇരിക്കുന്ന അവസ്ഥക്കാണ് ജിസിയ എന്ന് പറയാ. മുട്ടുകുത്തിയിരിക്കാന്നൊക്കെ പറയാം. ഗതികെട്ട് നിരാശനായി നിരാലംബനായി ഇനി രക്ഷയില്ല എന്ന രീതിയിലുള്ള ഒരു ഇരുത്തുണ്ടല്ലോ, ആ ഇരുത്തത്തിനാണ് ജിസിയ എന്ന് പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് മറുപടി പറയാം. അല്ലാഹു തആല അവന്റെ ശരീരത്തെ സത്യം ചെയ്തുകൊണ്ട് പറയാം, ഫവറബ്ബിക, ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിനോട് ചേർത്തി പറയുകയാണ് അല്ലേ, അങ്ങയുടെ രക്ഷിതാവിനെ തന്നെയാണ് സത്യം. ഇത് റസൂലുള്ളാഹി തങ്ങളെ ഒരു ഷറഫായിട്ട്, തങ്ങളുടെ ഒരു മഹത്വം കൂടിയാണ് ഇവിടെയുള്ള ഈ പ്രയോഗം കൊണ്ട് ലക്ഷ്യമാക്കുന്നത്. ഫവറബ്ബിക, അങ്ങയുടെ രക്ഷിതാവിനെ തന്നെയാണ് സത്യം. ലനഹ്ശുറന്നഹും, തീർച്ചയായും അവരെ നാം ഒരുമിച്ച് കൂട്ടുക തന്നെ ചെയ്യും. ഇവിടെ അല്ലാഹു തആല ലനഹ്ശുറന്നഹും, വിശുദ്ധ ഖുർആനിന്റെ ഒരു ശൈലിയുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പിന്നെ തഅക്കീദ് എന്ന് പറയും. ഇവിടെ പ്രയോഗിക്കുന്ന ലാമ് തഅക്കീദിന്റെ ലാമാണ്. തഅക്കീദിന്റെ ലാം എന്നാണ് അതിന് പറയാ. ഫവറബ്ബിക നഹ്ശുറുഹും എന്ന് പറഞ്ഞാൽ മതി. ഫവറബ്ബിക നഹ്ശുറുഹും എന്ന് പറഞ്ഞാൽ തന്നെ അവരെ നാം ഒരുമിച്ച് കൂട്ടുമെന്നാണ് അർത്ഥം. ഇവിടെ ലനഹ്ശുറന്നഹും എന്ന് പറയുന്നതോടുകൂടെ ല എന്ന് പറയുന്നതും തഅക്കീദിന് വേണ്ടിയാണ്. ശദ്ദുള്ള നൂന് കൊടുക്കുന്നതും തഅക്കീദ് എന്ന് പറഞ്ഞാൽ ഒരു സംഗതിയെ ശക്തിപ്പെടുത്തി പറയാ. എപ്പോഴാ ഒരു സംഗതിയെ ശക്തിപ്പെടുത്തി പറയാ? ഒരാളതിനെ നിഷേധിക്കുമ്പോ, ഒരു നിഷേധി ഉണ്ടാകുമ്പോഴാണ് ഒരു സംഗതിയെ തഅക്കീദായിട്ട് ശക്തിയായിട്ട് പറയാ. നിഷേധികളുടെ എണ്ണവും വണ്ണവും കൂടുന്നതിനനുസരിച്ച് തഅക്കീദിന്റെ ശക്തിയും കൂടും. അപ്പൊ മുമ്പ് തന്നെ ഇവിടെ ബഅസിനെ നിഷേധിക്കുന്ന ആളുകളുണ്ട്. ബഅസിനെ നിഷേധിക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കെ ബഅസില്ല, പുനരുദ്ധാരണം ഇല്ല എന്നൊരു വിഭാഗം വളരെ ശക്തിയായി വിശ്വസിക്കുകയും അങ്ങനെ പ്രചരിപ്പിക്കുകയും ചെയ്തൊരു വിഭാഗം ഉണ്ടായിരിക്കെ നിഷേധികൾ ഉണ്ടായതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ അതിശക്തമായി തഅക്കീദോട് കൂടെ തന്നെ പറയാണ്. മനസ്സിലായോ? അതാരാ? നേരത്തെ പറഞ്ഞാൽ ഉബയ്യ് ഇബ്നു ഖലഫിനെ പോലെയുള്ള, അബൂജഹലിനെ പോലെയുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശത്രുശേരിയിലുള്ള പ്രമുഖർ. അവരതിന്റെ ഒരുപാട് ആളുകളെ ഈ വിഷയത്തിലേക്ക്, അവരുടെ ഈ വാദത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട്. ഏതായാലും അല്ലാഹു തആല പറയാണ്, അവരെ നാം ഒരുമിച്ച് കൂട്ടുക തന്നെ ചെയ്യും. വശയാത്വീന, ശൈത്താന്മാരെയും നമ്മൾ ഒരുമിച്ച് കൂട്ടും. അതെന്തിനാ അവരെ ഒരുമിച്ച് കൂട്ടും? അവരെ ശൈത്താന്മാരെ ഒരുമിച്ച് കൂട്ടും എന്ന് പറയണത് അവരെ ഈ ആശയത്തിലേക്ക് കൊണ്ടുപോയവർ അല്ലെ, അവരെ ഈ ആശയത്തിലേക്ക് കൊണ്ടുപോയവരും അതിന് പ്രചോദനം നൽകിയവരും, അള്ളാഹുവിന്റെ തൗഹീദിൽ നിന്ന് അവരെ വഴിതെറ്റിച്ചവരും, പിന്നെ ബഅസിനെ നിഷേധിക്കാൻ അവരെ പ്രേരിപ്പിച്ചവരും, പുനരുദ്ധാരണത്തിലുള്ള വിശ്വാസത്തിൽ നിന്ന് അവരെ വഴിപിഴപ്പിച്ച് നടത്തിയവരും ഇതൊക്കെ ശൈത്താന്മാർ തന്നെയാണ്. അതാണ്. അപ്പൊ ഇവരെ മാത്രല്ല, ഈ ബഅസിനെ നിഷേധിച്ച ആളുകളെ മാത്രല്ല, അതിനെ അവര് കൂട്ടുപിടിച്ച അവരുടെ കൂട്ടാളികളായ ശൈത്താന്മാരെയും നമ്മൾ ഒരുമിച്ച് കൂട്ടുക തന്നെ ചെയ്യും. മഹ്ശറില്ലേ? മാത്രമല്ല സുമ്മ ലനുഹ്ളിറന്നഹും, പിന്നെ നാം അവരെ ഹാജരാക്കും. അതെന്താ? ആദ്യം അവരെ നാം മഹ്ശറിൽ ഒരുമിച്ച് കൂട്ടും. അല്ലാഹു തആല അവർക്ക് മറുപടി കൊടുക്കാൻ, നിങ്ങളെ നമ്മൾ പുനരുദ്ധാരണം നടത്തുമെന്ന് മാത്രമല്ല, പുനരുദ്ധാരണം നടത്തിയ ശേഷം നിങ്ങളെ നമ്മൾ മഹ്ശറിൽ
ഒരുമിച്ച് കൂട്ടും. ഒരുമിച്ച് കൂട്ടിയ ശേഷം സുമ്മ ലനുഹ്ളിറന്നഹും, മഹ്ശറിൽ ഒരുമിച്ച് കൂട്ടിയതിന്റെ ശേഷം പിന്നെ നാം നിങ്ങളെ ഹാജരാക്കും. ഹൗല ജഹന്നമ ജിസിയ്യാ, നരകത്തിന്റെ ചുറ്റുഭാഗത്തുമായി, നരകത്തിന്റെ ചുറ്റുഭാഗത്തുമായി ജിസിയായ അവസ്ഥയിൽ. വതറാ കുല്ല ഉമ്മത്തിൻ ജാസിയ, സൂറത്തുൽ ജാസിയ, എല്ലാ ഉമ്മത്തിനെയും നരകത്തിന്റെ ചുറ്റുഭാഗത്തും മുട്ടുകുത്തിയിരിക്കുന്ന അവസ്ഥയിൽ നിനക്ക് കാണാം. അതാണ് ثم لنحضرنهم حول جهنم جثيا. ജിസിയായ ഇരുത്തം എന്ന് പറഞ്ഞാൽ മുട്ടുകുത്തിയുള്ള ഇരുത്തം. വളരെ ആശ കൈവടിഞ്ഞവരായി, നിരാലംബരായി, എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ച അവസ്ഥയിൽ അവർ നരകത്തിന്റെ ചുറ്റുഭാഗത്തും നാം അവരെ ഹാജരാക്കുക തന്നെ ചെയ്യും. മഹാന്മാരായ മുഫസ്സിരീങ്ങൾ ഇവിടെ ഒരുപാട് വിശദീകരിച്ചിട്ടുണ്ട്. എല്ലാ ഉമ്മത്തിനെയും ഒരുമിച്ച് കൂട്ടുമെന്ന് പറഞ്ഞാൽ അവിടെ ശിറാറുൽ ഖൽഖ്, മോശക്കാരായ ആളുകൾ, അവരെ പിഴപ്പിച്ച ആളുകൾ, അവരുടെ നേതാക്കന്മാർ, അവരുമായി അവരെ ഒരുമിച്ച് കൂട്ടുകയും നരകത്തിന്റെ ചുറ്റുഭാഗത്ത് അവരെ ഹാജരാക്കുകയും ചെയ്യും എന്ന് മാത്രമല്ല, നരകത്തിന്റെ ചുറ്റുഭാഗത്തും അവർ പരസ്പരം കലഹിക്കുകയും ചെയ്യും. പിൻഗാമികൾ മുൻഗാമികളെ ആക്ഷേപിക്കും. കാരണം താൻ ആരെയാണോ പിൻപറ്റിയത്, ആര് കാരണത്താലാണോ ഞാൻ വഴിപിഴച്ചത്, അതിന്റെ പേരിൽ അവർ പരസ്പരം കുറ്റപ്പെടുത്തും. ശുദ്ധ ഖുർആൻ പറഞ്ഞു, ഹത്താ ഇദദ്ദാറകൂ ഫീഹാ ജമീഅ ഖാലത് ഉഖറാഹും ലിഊലാഹും റബ്ബനാ ഹൗലാഇ അളല്ലൂനാ ഫആതിഹിം അദാബൻ ളിഅഫൻ മിനൻ നാർ قال لكل ضعف ولكن لا تعلمون. അവരെ ഒരുമിച്ച് കൂട്ടുന്ന സമയം, നരകത്തിന്റെ ചുറ്റുഭാഗത്തും അവരെ ഒരുമിച്ച് കൂട്ടുന്ന സമയം, ഖാലത് ഉഖ്റാഹും ലിഊലാഹും, പിൻഗാമികൾ മുൻഗാമികളോട് പറയും, മുൻഗാമികളെ കുറിച്ച് പറയും, റബ്ബനാ ഹൗലാഇ അളല്ലൂനാ, ഞങ്ങളുടെ രക്ഷിതാവേ, ഇവരാണ് ഞങ്ങളെ വഴിപഴപ്പിച്ചവർ, ഇവരാണ് ഞങ്ങളെ പഴപ്പിച്ചവർ. അതുകൊണ്ട് ഫആതിഹിം അദാബൻ ളിഅഫൻ മിനൻ നാർ, ഞങ്ങൾക്ക് നൽകുന്നതിനേക്കാൾ ഇരട്ടി നരകശിക്ഷ അവർക്ക് നീ നൽകണേ. ഖാല ലികുല്ലിൻ ളിഅഫ്, അല്ലാഹു തആല പറയാൻ എല്ലാവർക്കും ഇരട്ടി ശിക്ഷയുണ്ട്. വലാകിൻ ലാ തഅലമൂൻ, പക്ഷേ നിങ്ങളത് മനസ്സിലാക്കുന്നില്ല, നിങ്ങളത് അറിയുന്നില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അഅറാഫ്. അപ്പോ നരകത്തിന്റെ ചുറ്റുഭാഗത്തും നിരാശരായ അവസ്ഥയിൽ, നിന്ദ്യരായ അവസ്ഥയിൽ അവരെ നമ്മൾ ഒരുമിച്ച് കൂട്ടും. അവിടെ വെച്ച് അവർ പരസ്പരം കോലാഹലം നടത്തും, പരസ്പരം പഴിചാരലുകൾ നടത്തും. മുൻഗാമികളായ ആളുകളെ പിൻഗാമികൾ ആക്ഷേപിക്കും. ഇവിടെയൊക്കെ വലിയ പ്രശ്നങ്ങളുണ്ട്, വലിയ ഗാഢമായി നമ്മൾ ചിന്തിക്കേണ്ട ഒരുപാട് വിഷയങ്ങളുണ്ട്. മനുഷ്യൻ പിന്തുടരുന്ന ആളുകളെ നമ്മൾ ശ്രദ്ധിക്കണം. രൂപഭംഗി നോക്കിയ ആളുകളുടെ പിന്നിൽ പോകുന്നത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അംഗീകരിക്കാൻ കഴിയുന്നതും ഭൂഷണമായ കാര്യമല്ല. ഏത് മോഹന വാഗ്ദാനങ്ങൾ നൽകുന്ന നേതാവും നമ്മെ തള്ളിപ്പറയും, നമ്മെ തള്ളിപ്പറയുക തന്നെ ചെയ്യും. എന്ന് മാത്രമല്ല, അവർ പറയും ഞങ്ങൾക്ക് നിങ്ങളുമായി ഒരു ബന്ധവുമില്ല, നിങ്ങളുമായി ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല എന്ന് പറഞ്ഞവർ കൈമലർത്തുകയും ചെയ്യും. അല്ലാഹു തആല കാക്കട്ടെ. ഇവിടെ ഒരാള് സ്വയം പഴക്കുന്നതും ഒരാൾ പഴക്കുകയും പഴപ്പിക്കുകയും ചെയ്യുന്ന രണ്ട് വിഭാഗം ആളുകളുണ്ട് അല്ലെ. ഒരാള് മറ്റൊരാളെ പിന്തുടർന്ന് പഴച്ച ആളും സ്വയം പഴക്കുകയും മറ്റൊരാളെ പഴപ്പിക്കുകയും ചെയ്ത ആളും വെച്ച് ആർക്കാ ശിക്ഷ കൂടുതലുണ്ടാവുക? പഴപ്പിച്ചവനും കൂടി അവന് പഴച്ചത് മാത്രമല്ല, പിന്നെ പഴപ്പിച്ചതിനുള്ളതും കൂടി അവൻ അനുഭവിക്കേണ്ടി വരും. അല്ലാഹു തആല കാക്കട്ടെ. വളരെ ശ്രദ്ധിക്കേണ്ടതാണ്.
പിഴപ്പിച്ചതിനുള്ള ശിക്ഷ കൂടെ അവർ അനുഭവിക്കേണ്ടി വരും. സമുദായത്തെ, മുസ്ലിമീങ്ങളെ പിഴച്ച ആശയങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന ആളുകൾ, ഈമാനിൽ നിന്നും സിറാത്തുൽ മുസ്തഖീമിൽ നിന്നും തെറ്റിക്കുന്ന ആളുകൾ, അവർക്കൊക്കെ വലിയ താക്കീതാണ് ഇത്. ആരും അവർ സ്വയം പിഴച്ചതിന്റെ പേരിലും മറ്റുള്ളവർ അവർ കാരണത്താൽ പിഴപ്പിച്ചതിന്റെ പേരിലും ഇരട്ടി ശിക്ഷ, നരകശിക്ഷ അവർ അനുഭവിക്കേണ്ടി വരും. അല്ലാഹു തആല കാത്ത് രക്ഷിക്കട്ടെ. ثم لنحن أعلم بالذين هم أولى به صليا ثم لننزعن من كل شيعة. അല്ലാഹു തആല പറയാൻ, പിന്നീട് ഓരോ കക്ഷിയിൽ നിന്നും അല്ലാഹുവിനോട് ഏറ്റവും പിന്നീട് ഓരോ കക്ഷികളിൽ നിന്നും നാം വേർതിരിച്ചു നിർത്തുന്നതാണ്. അയ്യുഹും അശദ്ദു അലർ റഹ്മാനി ഇതിയാ, അല്ലാഹുവിനോട് ഏറ്റവും കടുത്ത ധിക്കാരം കാണിച്ച ആളുകൾ ആരാണ് എന്ന് നാം അവരെ തെരഞ്ഞെടുക്കുകയും അവരെ നാം വേർതിരിച്ച് മാറ്റി നിർത്തുകയും ചെയ്യും. മഹ്ശറിന്റെ ഒരു അവസ്ഥ, ഒരു രംഗം ഈ ആയത്തുകളിലൂടെ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും, അല്ലേ? പുനരുദ്ധാരണം, ബഅസ് കഴിഞ്ഞതിന് ശേഷം മഹ്ശർ ആണ്. ഓരോ ഘട്ടം ഈ ആയത്തുകളിൽ കിടക്കുന്നില്ലേ, അല്ലേ? ആദ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല ബഅസിനെ കുറിച്ച് പറഞ്ഞു, പുനരുദ്ധാരണത്തെ കുറിച്ച് പറഞ്ഞു. പുനരുദ്ധാരണത്തിന്റെ ശേഷം മഹ്ശറിൽ അവരെ നമ്മൾ ഒരുമിച്ച് കൂട്ടുകയും, മഹ്ശറിൽ ഒരുമിച്ച് കൂട്ടി നരകത്തിന്റെ ചുറ്റുഭാഗത്തും അവരെ നാം ഒരുമിച്ച് കൂട്ടുകയും ചെയ്യും. പിന്നെ അവരിൽ നിന്ന് ഏറ്റവും ധിക്കാരം കാണിച്ച ആളുകൾ ആരാണോ അവരെ നാം വേർതിരിച്ച് മാറ്റി നിർത്തും. എന്നിട്ടോ ثم لنحن أعلم بالذين هم أولى بها صليا, പിന്നീട് അവരിൽ നരകത്തിൽ എറിയാൻ ഏറ്റവും അർഹതയുള്ള ആളുകൾ ആരാണോ അവരെപ്പറ്റി നാം നല്ലവണ്ണം അറിയുന്നവനാണ്, നന്നായി അറിയുന്നവനാണ്. ഇപ്പൊ ഈ ഒരുമിച്ച് മഹ്ശറിൽ ഒരുമിച്ച് കൂട്ടപ്പെട്ട ആളുകളിൽ നിന്ന് നരകത്തിലെറിയാൻ യോഗ്യരായ ആളുകൾ അവർ ആരാണ് എന്ന് നന്നായി അവരെ വേർതിരിച്ച് മനസ്സിലാക്കിയ ആള് തന്നെയാണ് നാം അവരെ നന്നായി അറിയുക തന്നെ ചെയ്യും. وَإِن مِّنكُمْ إِلَّا وَارِدُهَا كَانَ عَلَى رَبِّكَ حَتْمًا مَّقْضِيًّا وَإِن مِّنكُمْ إِلَّا وَارِدُهَا, ഒരാളും ആ നരകത്തിന്റെ അടുത്ത് വരാത്തവരായി ഒരാളും തന്നെയില്ല. കാന അലാ റബ്ബിക ഹത്മൻ മഖ്ദിയാ, ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല റബ്ബിന്റെ ഖണ്ഡിതമായ നടപ്പിൽ വരുത്തപ്പെടുന്നതുമായ നിയമമാകുന്നു. കാന അലാ റബ്ബിക ഹത്മൻ മഖ്ദിയാ, എന്ത് വഇൻ മിൻകും ഇല്ലാ വാരിദുഹാ, നിങ്ങളിൽ ഒരാളും നരകത്തിന്റെ അടുത്ത് വരാത്തവരായി ഇല്ല. ഇത് ആമാണ്, ഇത് എല്ലാവരോടുള്ള സംസാരമാണ്. മുഅ്മിനീങ്ങളും വരും, കാഫിരീങ്ങളും വരും. നരകത്തിന്റെ സമീപത്ത് വരാത്തവരായി ഒരാളും ഉണ്ടാവുകയില്ല. വഇൻ മിൻകും ഇല്ലാ വാരിദുഹാ, നരകത്തിന്റെ അടുത്ത് വരാത്തവരായി ഒരാളും ഉണ്ടാവുകയില്ല. കാന അലാ റബ്ബിക ഹത്മൻ മഖ്ദിയാ, എല്ലാവരും നരകത്തിന്റെ അടുത്ത് വരണമെന്നതും മഹ്ശറിൽ ഒരുമിച്ച് കൂട്ടപ്പെടണമെന്നതും അല്ലാഹുവിന്റെ നടപ്പിൽ വരുത്തപ്പെടുന്ന തീരുമാനമാണ്. ثم ننجي الذين اتقوا ونذر الظالمين فيها جثيا, പിന്നീട് നാം മുത്തഖീങ്ങളായ ആളുകളെ രക്ഷപ്പെടുത്തും, അക്രമികളായ ആളുകളെ ജിസിയായ അവസ്ഥയിൽ, മുട്ടുകുത്തിയവരായ അവസ്ഥയിൽ നാം അതിൽ വിട്ടേക്കുകയും ചെയ്യും, നരകത്തിലേക്ക് വിട്ടേക്കുകയും ചെയ്യും. ഇത്രയും ഭാഗമാണ് നമ്മൾ ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തുന്നത്. 66 മുതൽ 72 വരെയുള്ള ആയത്തുകൾ. ഇവിടെ മഹ്ശറിന്റെ ഒരു കൃത്യമായ ചിത്രം നമുക്ക് കാണാൻ സാധിക്കും.
ഇതിൽ നമ്മൾ കാര്യമായി വിശദീകരിക്കേണ്ട ആയത്ത് ഇപ്പൊ ഞാൻ അവസാനം ഓതിയ 2 ആയത്തുകളാണ്. ഏത്? വഇൻ മിൻകും ഇല്ലാ വാരിദുഹാ കാന അലാ റബ്ബിക ഹത്മൻ മഖ്ദിയ. അത് വളരെ ഗൗരവമായി വിശദീകരിക്കേണ്ട ഒരു ആയത്താണ്. എല്ലാവരും നരകത്തിന്റെ അടുത്ത് വരും. മുഅ്മിനീങ്ങളായ ആളുകളും വരും, കാഫിരീങ്ങളായ ആളുകളും വരും. നരകത്തിന്റെ അടുത്ത് വരാത്ത ഒരാളും ഉണ്ടാവുകയില്ല. മഹാന്മാരായ നമ്മുടെ മുൻഗാമികളൊക്കെ ഈ വിഷയത്തിൽ വലിയ ഭയപ്പാടുള്ള ആളുകളും കരഞ്ഞ ആളുകളുമായിരുന്നു. മനസ്സിലായോ? ഞാനതിലേക്ക് വരാം. മഹ്ശറിന്റെ ഭീകരമായ അവസ്ഥ നമുക്കൊക്കെ അറിയാം. ഞാൻ അതിനെക്കുറിച്ചൊന്നും വിശാലമായി സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. നമുക്കതിനുള്ള സമയം ഇല്ലല്ലോ. അതുകൊണ്ട് അതിനെക്കുറിച്ച് ഞാൻ വിശദമായിട്ട് വിശദീകരിക്കുന്നില്ല. ഈ അവസാനം ഞാൻ ഓതിയ 2 ആയത്തുകൾ, അത് എങ്ങനെയാണ് മുഅ്മിനീങ്ങളായ ആളുകളും നരകത്തിന്റെ അടുത്ത് വരിക എന്നുള്ളൊരു വസ്വാസ് അല്ലെ? മുഅ്മിനീങ്ങളായ ആളുകളും നരകത്തിന്റെ അടുത്ത് വരുവോ? കാഫിരീങ്ങളായ ആളുകൾ മാത്രല്ലേ നരകത്തിന്റെ അടുത്ത് വരുവോ? മുഅ്മിനീങ്ങൾ എങ്ങനെയാ അവിടെ വരുന്നത്? നമുക്കൊക്കെ അറിയാം. നമ്മള് സിറാത്ത് എന്ന് പറഞ്ഞൊരു പാലത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടല്ലോ അല്ലെ? സിറാത്ത്. ഈ സിറാത്ത് പാലം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? നരകത്തിന്റെ മുകളിലാണ്. സിറാത്ത് പാലവും സിറാത്തിനെ കുറിച്ച് വിശദമായി മുഫസ്സിരീങ്ങൾ ചർച്ച ചെയ്തതും ഈ ഒരു സ്ഥലത്താണ്. ഈ ആയത്തിന്റെ താഴെ ഏത്? വഇൻ മിൻകും ഇല്ലാ വാരിദുഹാ കാന അലാ റബ്ബിക ഹത്മൻ മഖ്ദിയ എന്ന ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് മഹാന്മാരായ മുഫസ്സിരീങ്ങൾ സിറാത്തിനെ കുറിച്ച് വളരെ വ്യക്തമായി വിവരിക്കുന്നുണ്ട്. മഹാന്മാരായ മുൻഗാമികളായ ആളുകൾ, നമ്മുടെ പൂർവികരായ ആളുകൾ, പ്രത്യേകിച്ച് മഹാന്മാരായ സ്വഹാബികളിൽ പല ആളുകളും അവരൊക്കെ ഈ വിഷയം ഗൗരവമായി മനസ്സിലാക്കുകയും ഇതിന്റെ പേരിൽ കരയുകയും ചെയ്യുമായിരുന്നു. ഈ ആയത്ത് പറയുകയും ഓതുകയും ചെയ്തുകൊണ്ട് മുൻഗാമികളായ നമ്മുടെ ആളുകൾ കരയുമായിരുന്നു. ഹദീസ് ഗ്രന്ഥങ്ങളിൽ നമുക്കത് നിരവധി കാണാൻ സാധിക്കും. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു മഹാനവറുകൾ, കാന അബ്ദുല്ലാഹി ഇബ്നു റവാഹ വാളിഅൻ റഅസഹു ഫീ ഹിജ്രി ഇംറഅതിഹി, തന്റെ ഭാര്യയുടെ മടിയിൽ തലവെച്ച് കിടന്നുകൊണ്ട് അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു ഫബക്കാ, അദ്ദേഹം കരയുമായിരുന്നു. ഭാര്യയുടെ മടിയിൽ കിടന്ന ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു കരയുകയാണ്. ഫബക്കത് ഇംറഅതുഹു, അദ്ദേഹത്തിന്റെ ഭാര്യയും അദ്ദേഹം കരയുന്നത് കണ്ട് കരയാൻ തുടങ്ങി. കരയാന്ന് പറഞ്ഞാൽ ചെറിയ കരച്ചൊന്നുമല്ല. ഭാര്യയും കൂടെ കൂടി കരയണമെങ്കിൽ എന്തോ ബേജാറായി കരയെന്നെ വേണ്ടേ. ഫഖാല മാ യുബ്കീകി, എന്തിനാ നീ കരയുന്നതെന്ന് ചോദിച്ചു ഭാര്യയോട്. അപ്പൊ അവര് പറഞ്ഞു റഅയ്തുക തബ്കീ ഫബകൈത്, നിങ്ങൾ കരയുന്നത് കണ്ടിട്ട് ഞാനും കരഞ്ഞു പോയതാണ്. ഖാല, അദ്ദേഹം പറഞ്ഞു ഇന്നി ദക്കർതു ഖൗലല്ലാഹി അസ്സ വജൽ, അള്ളാഹുവിന്റെ ഒരു ഖൗലിനെ ഞാൻ ഇങ്ങനെ ആലോചിച്ചു നോക്കി പോയതാണ്, ഓർത്തുപോയതാണ്. ഏത് ഖൗല്? വഇൻ മിൻകും ഇല്ലാ വാരിദുഹാ, നരകത്തിന്റെ സമീപത്ത് വരാത്ത ഒരാളുമില്ല. വഇൻ മിൻകും ഇല്ലാ വാരിദുഹാ, നരകത്തിന്റെ അടുത്ത് വരാത്ത ഒരാളുമില്ല എന്ന അള്ളാഹുവിന്റെ ഖൗലിനെ ഞാൻ ഓർത്തുപോയതാണ്. ഫലാ അദ്രി അൻജു മിൻഹാ അം ലാ, നരകത്തിന്റെ സമീപത്ത് ഞാനും വരും, നീയും വരും, എല്ലാവരും വരും. അത് അല്ലാഹുവിന്റെ അസന്നിഗ്ധമായ പ്രഖ്യാപനം തന്നെയാണ്. പക്ഷേ ഫലാ അദ്രി അൻജു മിൻഹാ, നരകത്തിന്റെ അടുത്തു നിന്ന് ഞാൻ രക്ഷപ്പെടുമോ എന്നെനിക്കറിയില്ലല്ലോ.
നരകത്തിന്റെ അടുത്ത് വരും എന്ന കാര്യം ഉറപ്പാണ്. കാരണം അല്ലാഹുവിന്റെ പ്രഖ്യാപനമാണ്. പക്ഷേ ഫല അതിരി അഞ്ചു മിൻഹ, അതിൽ നിന്ന് കരകയറാൻ, അതിൽ നിന്ന് രക്ഷപ്പെടാൻ എനിക്ക് സാധിക്കുമോ എന്ന് എനിക്കറിയില്ലല്ലോ. അതാലോചിച്ച് ഞാൻ കരഞ്ഞു പോയതാണെന്ന് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു. എല്ലാവരും വരും, നമ്മളും വരും, എല്ലാവരും. സുമ്മ നുനജ്ജിൽ ലദീന തഖൗ, പിന്നെ അവിടുന്ന് രക്ഷപ്പെടുത്തും മുത്തഖീങ്ങളായ ആളുകളെ, അള്ളാഹുവിനെ ഭയപ്പെടുന്ന സൂക്ഷിക്കുന്ന ആളുകൾ, സൂക്ഷ്മാലുക്കളായ ആളുകളെ പിന്നീട് രക്ഷപ്പെടുത്തും. അതെങ്ങനെ? സിറാത്ത് പാലം വിട്ടുകിടക്കാൻ ഭാഗ്യമുള്ള ആളുകൾ, അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ, അവരെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തും. സിറാത്ത് വിട്ടുകിടക്കാൻ സാധിക്കുന്ന ആളുകൾ. ബഹുമാനപ്പെട്ട അബൂ മൈസറ റളിയല്ലാഹു അൻഹു, കാന അബൂ മൈസറ ഇദാ ആവാ ഇലാ ഫിറാശി, തന്റെ വിരിപ്പിലേക്ക് ചെന്നാൽ ബഹുമാനപ്പെട്ട അബൂ മൈസറ റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, യാ ലൈത ഉമ്മി ലം തലിദ്നി, എന്റെ ഉമ്മ എന്നെ പ്രസവിച്ചില്ലായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. സുമ്മയബുക്കി, എന്നിട്ട് കരയാൻ തുടങ്ങും. അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടു, മാ യുബ്കീക യാ അബാ മൈസറ, അബൂ മൈസറ എന്തിനാണ് നിങ്ങൾ കരയുന്നത് എന്ന് ചോദിക്കപ്പെട്ടു. ഫഖാല, അദ്ദേഹം പറഞ്ഞു, ഉഖ്ബിർനാ അന്നാ വാരിദൂഹാ, നരകത്തിന്റെ സമീപത്ത് നമ്മൾ ചെല്ലും എന്നത് ഇവിടെ പറയപ്പെട്ട് കഴിഞ്ഞതാണ്. വലം നുഖ്ബർ അന്നാ സ്വാദിറൂന അൻഹാ, നരകത്തിൽ നിന്ന്, നരകത്തെ തൊട്ട് നമ്മൾ രക്ഷപ്പെടുമോ എന്നതിനെ കുറിച്ചിട്ട് പറയപ്പെട്ടിട്ടുമില്ല. മനസ്സിലായി? ഉറപ്പുള്ളൊരു സംഗതിയാണ് എന്ത്? നരകത്തിനടുത്ത് ചെല്ലും എന്നത്. എന്നാൽ അവിടെ രക്ഷപ്പെടും എന്നതോ ഉറപ്പുള്ള സംഗതിയാണോ? അല്ല. അതാണ് എന്നെ കരയിപ്പിച്ചത് എന്ന് ബഹുമാനപ്പെട്ട അബൂ മൈസറ റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു. ചുരുക്കത്തിൽ മഹാന്മാരായ നമ്മുടെ മുൻഗാമികളായ ആളുകൾ അവരിത് വളരെ ഗൗരവമായി ഉൾക്കൊള്ളുകയും മനസ്സിലാക്കുകയും ചെയ്ത ആളുകളും അതിന്റെ പേരിൽ കരയുകയും ചെയ്ത ആളുകളാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്കതിനെ കുറിച്ച് ഓർമ്മ പോലും ഇല്ലല്ലോ, അല്ലേ? ഇപ്പൊ നരകത്തിനെ കുറിച്ചും നരകത്തിനടുത്ത് നിൽക്കുന്നതിനെ കുറിച്ചും ഒരു ദിവസം ഒരു പ്രാവശ്യമെങ്കിലും ആരെങ്കിലും ആലോചിക്കാറുണ്ടോ? നരകത്തിനെ കുറിച്ചൊക്കെ നമുക്കതിനെ കുറിച്ചൊരു സങ്കല്പമുണ്ട്. ഞാനൊന്നും ഇപ്പൊ എന്തായാലും നരകത്ത് പോകേണ്ട ആളല്ല എന്നായിരിക്കും ഓരോ ആളുകൾക്കും തോന്നാം, അല്ലേ? നരകത്തിലായിരിക്കും എന്ന് വിശ്വസിക്കുന്ന ആളുകൾ ആരല്ല? എങ്ങനെങ്കിലും ഞാനവിടുന്ന് രക്ഷപ്പെടും തന്നെയാണ് എല്ലാവരും ധാരണ. നരകത്ത് പോകുന്ന ആളുകളൊന്നും ആരുമില്ല. ഞാൻ ഏതായാലും അതിൽ പോകേണ്ട ആളല്ല എന്നാ. സത്യത്തിൽ അത് ശരിയല്ലല്ലോ. ആരാണ് ഇപ്പൊ അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള, അബൂ മൈസറ റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള ആളുകളുടെ അവസ്ഥയാണ് നമ്മൾ ഈ പറഞ്ഞത്. അതുപോലുള്ള ആളുകൾ അവര് ഇത് മനസ്സിലാക്കിയ, അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല വഇൻ മിൻകും ഇല്ലാ വാരിദുഹാ, നിങ്ങളിൽ ഒരാളും നരകത്തിന്റെ അടുത്ത് വരാത്തവരായി ഇല്ല എന്ന് പറഞ്ഞാൽ എല്ലാവരും നരകത്തിന്റെ അടുത്ത് വരുന്നുള്ള കാര്യം ഉറപ്പാണ്. എന്നാൽ അവിടെ നിന്ന് രക്ഷപ്പെടും എന്ന കാര്യം എല്ലാവർക്കും ഉറപ്പും ഇല്ല. പിന്നെ എങ്ങനെ കരയാതിരിക്കുക? അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന മുത്തഖീങ്ങളിൽ നമ്മയും അഹ്ലുകാരെയും ഉൾപ്പെടുത്തട്ടെ. നരകത്തിലേക്ക് ആപതിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മയോ അഹ്ലുകാരെയോ ഉൾപ്പെടുത്താതിരിക്കട്ടെ. അപ്പോ എന്താണ് ഈ നരകത്തിന്റെ അടുത്ത് വരികയും നരകത്തിന്റെ അടുത്ത് വരാതെ ഒരാളും ഉണ്ടാവുകയില്ല, മുഅ്മിനീങ്ങളും കാഫിരീങ്ങളും ഒക്കെ വരും എന്നതിന്റെ പറഞ്ഞതിന്റെ കൊണ്ടുള്ള ഉദ്ദേശം എന്താണ്? നരകത്തിന്റെ രണ്ട് പാർശ്വങ്ങളിലായിട്ടാണ്, അതായത് നരകത്തിന്റെ മുകളിൽ കൂടിയാണ് യഥാർത്ഥത്തിൽ സിറാത്തിന്റെ കിടപ്പുള്ളത്. സിറാത്തിന്റെ കിടപ്പുള്ളത് നരകത്തിന്റെ മുകളിൽ കൂടിയാണ്. പക്ഷേ വേറൊരു കാര്യം, മുഅ്മിനീങ്ങളായ ആളുകൾക്ക് നരകത്തിന്റെ ചൂട് ഏൽക്കുകയില്ല. നരകത്തിന്റെ ചൂട് ഏൽക്കുകയില്ല. അതിനൊരുപാട് കാരണങ്ങളുണ്ട്. എന്തിനാണ് നരകത്തിനടുത്ത് ഇത്ര അടങ്ങാറായി കൊണ്ടുപോകുന്നത്? തങ്ങൾ ഇബാദത്ത് ചെയ്തതിന്റെയും
ദുനിയവിയായ ജീവിതത്തിൽ തങ്ങൾ ക്ഷമിച്ച് സഹിച്ച് ഇബാദത്ത് ചെയ്തതിന്റെ അനന്തരഫലം ഭീകരമായ ഈ അവസ്ഥയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാനുള്ള ഒരു അവസരമായല്ലോ എന്നവർ ബോധ്യപ്പെടുത്തുക കൂടെ ഇതിന്റെ ലക്ഷ്യമാണ്. പറഞ്ഞത് മനസ്സിലായോ? നരകത്തിന്റെ ഭീകരത കാണുമ്പോൾ, നരകത്തിന്റെ ഭയാനകത കാണുമ്പോൾ, ഈ ഭീകരതയിൽ നിന്ന്, ഈ ഭയാനകതയിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടല്ലോ എന്റെ ഇബാദത്തുകളെ കൊണ്ട് എന്നവന് ബോധ്യപ്പെടുത്തുക എന്നതുകൂടി ഇതിന്റെ ലക്ഷ്യമാണ്. അത് കാണുമ്പോൾ ഏതൊരാൾക്കും ഞാൻ ദുന്യാവിന് കുറച്ച് കഷ്ടപ്പെട്ടത്, അല്ലെങ്കിൽ ഞാൻ കുറച്ച് പ്രയാസപ്പെട്ടത്, അത് നന്നായി, അതൊരു പ്രയാസമല്ല എന്ന് നമുക്ക് ബോധ്യപ്പെടും. അത് ബോധ്യപ്പെടൽ കൂടെ ഇതിന്റെ ലക്ഷ്യമാണ്. ജനങ്ങൾ മുഴുവനും സിറാത്തിന്റെ അടുക്കിലേക്ക്, സിറാത്ത് പാലം കടക്കാതെ ഒരാളും സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെടുകയില്ല. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വഇൻ മിൻകും ഇല്ലാ വാരിദുഹാ, നരകത്തിന്റെ അടുക്കിലേക്ക് വരാതെ ഒരാളും തന്നെയില്ല, എല്ലാവരും നരകത്തിന്റെ അടുത്ത് വരിക തന്നെ ചെയ്യും. കാന അലാ റബ്ബിക ഹത്മൻ മഖ്ദിയ, ഇത് അല്ലാഹുവിന്റെ നടപ്പിൽ വരുത്തപ്പെടുന്ന ഒരു തീരുമാനം തന്നെയാണ് എന്ന് പറഞ്ഞ ശേഷം മുത്തഖീങ്ങളായ ആളുകളെ രക്ഷപ്പെടുത്തുന്നതിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. സിറാത്ത് പാലം കടന്നുകൊണ്ട്, നരകത്തിന്റെ മുകളിൽ സ്ഥാപിക്കപ്പെട്ട സിറാത്ത് പാലം കടന്നുകൊണ്ട് മുത്തഖീങ്ങളായ ആളുകൾ രക്ഷപ്പെടുന്നതിനെ കുറിച്ച് അല്ലാഹു തആല പറഞ്ഞു. സുമ്മ നുനജ്ജിൽ ലദീന തഖൗ വ നദറുൽ ളാലിമീന ഫീഹാ ജസിയ്യാ, മുത്തഖീങ്ങളായ ധർമ്മനിഷ്ഠയുള്ള ആളുകളെ നമ്മൾ രക്ഷപ്പെടുത്തും. വനദറുൽ ളാലിമീൻ, അക്രമികളായ ആളുകളെ അതിൽ വിട്ടേക്കുകയും ചെയ്യും. വനദറുൽ ളാലിമീന ഫീഹാ, ഫീഹാ നരകത്തിൽ, അക്രമികളെ ആ നരകത്തിൽ നമ്മൾ വിട്ടേക്കും. ജിസിയൻ, മുട്ടുകുത്തിയ അവസ്ഥയിൽ, നിന്ദ്യരായ അവസ്ഥയിൽ. അതെങ്ങനെയാണ്? എല്ലാവരും ഈ പാലത്തിന്റെ മുകളിൽ കൂടി പോകേണ്ടവരാണ്, സിറാത്ത് കടക്കേണ്ടവരാണ്. സിറാത്ത് കടക്കുന്ന സമയത്ത് യരിദുന്നാസു ജമീഅൻ അസ്സിറാത്ത്, ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാൻ, ജനങ്ങൾ മുഴുവനും സിറാത്ത് പാലത്തെ ഉദ്ദേശിച്ചുകൊണ്ട് സിറാത്തിന്റെ മുകളിൽ വരും. വവുറൂദുഹും ഖിയാമുഹും ഹൗലൻ നാർ, എല്ലാവരും നരകത്തിന്റെ ചുറ്റുഭാഗവും നിൽക്കും. സുമ്മ യസ്ദുറൂന അനിസ്സിറാത്തി ബിഅഅമാലിഹിം, പിന്നെ ഓരോരുത്തരും തങ്ങളുടെ അമലുകൾക്കനുസരിച്ച് സിറാത്ത് വിട്ടുകിടക്കാൻ തുടങ്ങും. ഫമിൻഹും മൻ യമുറു മിസ്ലൽ ബർഖി വമിൻഹും മൻ യമുറു മിസ്ലൽ റീഹി വമിൻഹും മൻ യമുറു മിസ്ലൽ ത്വയ്ർ, ആ കൂട്ടത്തിൽ ഇടിമിന്ന് വേഗതയിൽ കടന്നു പോകുന്ന ആളുകളുണ്ടാവും, മിന്നൽ വേഗതയിൽ കടന്നു പോകുന്ന ആളുകളുണ്ടാകും. വമിൻഹും മൻ യമുറു മിസ്ലർ റീഹ്, കാറ്റ് വേഗതയിൽ നടന്നു പോകുന്ന ആളുകളുണ്ടാകും. വമിൻഹും മൻ യമുറു മിസ്ലൽ ത്വയ്ർ, പക്ഷികളുടെ വേഗതയിൽ നടന്നു പോകുന്ന ആളുകളും ഉണ്ടാകും. ചുരുക്കത്തിൽ യസ്ദുറൂന അനിസ്സിറാത്തി ബിഅഅമാലിഹിം, തങ്ങളുടെ അമലുകളുടെ തോതനുസരിച്ച് ഓരോരുത്തരും സിറാത്ത് വിട്ടുകിടക്കുന്നതാണ്. ഒരുപാട് വിഷയങ്ങൾ സിറാത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സിറാത്തിന്റെ സമയത്ത് സിറാത്ത് പാലം എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാം, സിറാത്ത് പാലം നരകത്തിന്റെ മുകളിലായി സ്ഥിതി ചെയ്യപ്പെട്ട സിറാത്ത് പാലം, അത് വളരെ കൂരാക്കൂരി ഇരുട്ടുള്ള ഒരു സ്ഥലമാണ്, കഠോരമായ ഇരുട്ടുള്ള സ്ഥലമാണ്. തങ്ങളുടെ അമലുകളുടെ പ്രത്യേകത അനുസരിച്ച്, വർധനവ് അനുസരിച്ച് ഓരോരുത്തർക്കും വെളിച്ചം ലഭിക്കും, നൂറ് ലഭിക്കും, പ്രകാശം ലഭിക്കും. അമലുകളുടെ തോതനുസരിച്ച് ഓരോരുത്തർക്കും പ്രകാശം ലഭിക്കും. ആ പ്രകാശത്തിനനുസരിച്ചാണ് ഓരോരുത്തരുടെയും സഞ്ചാര വേഗതയും. അമലുകൾ ധാരാളമുള്ള ആളുകൾക്ക് നല്ല പ്രകാശവും നൂറും ലഭിക്കുകയും അവർ അതിനനുസരിച്ച് വേഗതയിൽ അവിടെ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യും. മറ്റു ചില ആളുകൾ
അവരുടെ അമലുകൾ വളരെ കുറഞ്ഞ അമലുകളാണെങ്കിൽ അവർ വളരെ പ്രയാസപ്പെട്ട് പാലം കടന്നു പോകും. ഓരോ ആളുകൾക്കും മലക്കുകളുടെ വലിയ ഒരു സംഘം തന്നെ സിറാത്തിന്റെ സമീപത്തുണ്ടാകും. അവരെ ആനയിച്ചുകൊണ്ട് അല്ലാഹുമ്മ സല്ലിം അല്ലാഹുമ്മ സല്ലിം, അല്ലാഹുവേ രക്ഷപ്പെടുത്തണേ രക്ഷപ്പെടുത്തണേ എന്ന് പറഞ്ഞുകൊണ്ട് മലക്കുകളുടെ അകമ്പടി ഉണ്ടാകും. അവർക്ക് മലക്കുകൾ അവരെ അനുഗമിക്കും. മലക്കുകൾ അവരുടെ ചുറ്റുഭാഗത്തും സിറാത്ത് പാലം മലക്കുകളെ കൊണ്ട് പൊതിഞ്ഞിരിക്കും. മലക്കുകൾ ഇവരെ അകമ്പടി സേവിക്കും. പക്ഷേ വാലിമീങ്ങളായ ആളുകൾ, അക്രമികളായ ആളുകൾ, അവർക്ക് സിറാത്ത് കടക്കാൻ സാധിക്കാതെ, വിട്ടുകിടക്കാൻ സാധിക്കാതെ അവർ സിറാത്തിൽ നിന്ന് താഴെ വീഴുകയും അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഒരുക്കിയ നരകത്തിലേക്ക് അവർ ആപതിക്കുകയും ചെയ്യും. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇമാം തുബരി റിപ്പോർട്ട് ചെയ്യുകയാണ്, തന്റെ തഫ്സീറിൽ കൊണ്ടുവന്നതാണ്, സിറാത്തിനെ കുറിച്ച് വിശദീകരിക്കുകയാണ്. അസ്സിറാത്തു അലാ ജഹന്നമ മിസ്ലു ഹദ്ദിസ് സൈഫ്, വാളിന്റെ രീതിയിലുള്ള മൂർച്ചയുള്ള ഒരു പാലമാണ് സിറാത്ത് എന്ന് പറയുന്നത്. സിറാത്ത് എന്ന് പറയുന്നത് വാളിന്റെ ഹദ്, വാളിനെ പോലെ മൂർച്ചയുള്ള ഒരു സംഗതിയാണ്. ഫതമുറു തബഖത്തുൽ ഊലാ കൽബർഖി വസ്സാനിയതു കർരീഹി, അതിൽ ഏറ്റവും ഉന്നത പദവിയിലുള്ള ആളുകൾ, ഒന്നാം തരക്കാരായ ആളുകൾ, അവർ മിന്നൽ വേഗതയിൽ നടന്നു പോകുന്നതാണ്. വസ്സാനിയതു കർരീഹി, അതിൽ രണ്ടാം നിരക്കാർ അവർ കാറ്റിന്റെ വേഗതയിൽ നടന്നു പോകും. അതേപോലെ ഓരോ ആളുകളും തങ്ങളുടെ ഇബാദത്തിനനുസരിച്ച് വേഗത കുറഞ്ഞവരും കൂടിയവരുമായി കടന്നു പോകും. ثم يمرون والملائكة يقولون, വളരെ പ്രയാസപ്പെട്ട് നടന്നു പോകുന്ന ആളുകളും ഉണ്ടാകും. മലക്കുകൾ അവർക്ക് വേണ്ടി പറയും അല്ലാഹുമ്മ സല്ലിം സല്ലിം എന്ന്. അതായത് അവർ വീഴുമോ രക്ഷപ്പെടുമോ എന്നറിയാത്ത അവസ്ഥയിൽ വളരെ പ്രയാസപ്പെട്ടു പോകുന്ന ആളുകൾ അമലുകൾക്കനുസരിച്ച്. ഇനിവിടെ അമലുകൾ കുറഞ്ഞതിന്റെ പേരിൽ വാലിമീങ്ങളായ ആളുകൾ നരകത്തിലേക്ക് ആപതിച്ചാൽ തന്നെ പിന്നീട് മലക്കുകളും അമ്പിയാക്കളും സ്വാലിഹീങ്ങളുമായ ആളുകൾ അവർക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യുകയും ആ ശഫാഅത്ത് കാരണത്താൽ അവരെ പലരെയും രക്ഷപ്പെടുത്തുകയും ചെയ്യും. മുഅ്മിനീങ്ങളായ ആളുകൾ, ഹൃദയത്തിൽ ഈമാനിന്റെ ഒരു അംശമുള്ള ആളുകൾ, അവരെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുകയും ചെയ്യും. ബഹുമാനവാന്മാരായ മുഫസ്സിരീങ്ങൾ പറയാൻ, ഇദാ മറൽ ഖലായിഖു കുല്ലുഹും അലന്നാർ വസഖത ഫീഹാ മൻ സഖത മിനൽ കുഫാരി വൽ ഉസ്വാതി ബിൽ മആസി, എല്ലാ ജനങ്ങളും സിറാത്ത് പാലം നരകത്തിന്റെ മുകളിൽ കൂടി കടന്നു പോയാൽ വസഖത ഫീഹാ മൻ സഖത മിനൽ കുഫാരി വൽ ഉസ്വാത്, വീണ ആളുകളൊക്കെ അതിൽ വീണു പോയിട്ടുണ്ടാകും. കാഫിരീങ്ങളായ ആളുകളും ദോഷികളായ ആളുകളും അതിൽ വീണു പോയിട്ടുണ്ടാകും. നജ്ജല്ലാഹു തആല അൽ മുഅ്മിനീന അൽ മുത്തഖീൻ, മുഅ്മിനീങ്ങളും മുത്തഖീങ്ങളുമായ ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല രക്ഷപ്പെടുത്തുന്നതാണ്. ബിഹസ്ബി അഅ്മാലിഹിം, അവരുടെ സൽക്കർമ്മത്തിന്റെ തോതനുസരിച്ച്. ഫജസാഹും അല സിറാത്തി, സിറാത്തിന്റെ മുകളിൽ അവർ വിട്ടുകിടക്കുന്നതാണ്. വസുറഅതുഹും ബിഖദ്രി അഅ്മാലിഹിം, അവരുടെ വേഗത അവരുടെ അമലുകളുടെ തോതനുസരിച്ചാണ്. അല്ലത്തി കാനത്ത് ഫിദ്ദുനിയ, ദുനിയാവിൽ അവർ ചെയ്ത അമലുകളുടെ തോതനുസരിച്ചാണ് അവരുടെ വേഗത. ثم يشفعون في أصحاب الكبائر من المؤمنين, പിന്നീട് മുഅ്മിനീങ്ങളിൽപ്പെട്ട ദോഷികളായ ആളുകൾക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യപ്പെടും. ഫയശ്ഫഉൽ മലായികതു വന്നബിയ്യൂന വൽ മുഅ്മിനൂൻ, ദോഷികളായ ആളുകൾക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യപ്പെടുന്നതാണ്, അവർക്ക് വേണ്ടി ശുപാർശ സ്വീകരിക്കപ്പെടും. ആ സമയത്ത് ഫയശ്ഫഉൽ മലായികതു വന്നബിയ്യൂന വൽ മുഅ്മിനൂൻ,
സത്യവിശ്വാസികളും പ്രവാചകന്മാരും മലായിക്കത്തും മുഅ്മിനീങ്ങളായ ആളുകൾക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യും, അവരിൽപ്പെട്ട ദോഷികൾക്ക് വേണ്ടി. ഫയുഖ്രിജൂന ഖൽഖൻ കസീറാ, ധാരാളം ആളുകളെ അങ്ങനെ മോചിപ്പിക്കപ്പെടുകയും ചെയ്യും. ഖദ് അകലതുഹുമുന്നാർ, നരകം അവരെ ഭക്ഷിച്ച് കഴിഞ്ഞിരിക്കും. ഇല്ലാ ദാറാത്തിൽ വുജൂഹിഹിം, അവരുടെ നെറ്റിത്തടം ഒഴികെ. കാരണം അത് സുജൂദിന്റെ സ്ഥലമാണ്. വഹിയ മവാദിഉസ് സുജൂദ്, സുജൂദിന്റെ സ്ഥാനമായ നെറ്റിത്തടം ഒഴികെ ബാക്കിയുള്ള ഭാഗം മുഴുവനും നരകം തിന്നിരിക്കും. അതായത് നരകത്തിൽ കടന്നതിന്റെ ഒരു അടയാളം അവരുടെ ശരീരത്തിലുണ്ടായിരിക്കും. وإخراجهم إياهم من النار بحسب ما في قلوبهم من الإيمان, അവരുടെ ഹൃദയത്തിൽ ഈമാൻ എത്രമാത്രമുണ്ടോ അതിനനുസരിച്ചാണ് അവരെ പുറപ്പെടുവിക്കുക. فيخرجون أولا من كان في قلبه مثقال دينار من إيمان, അണുമണി തൂക്കം ഈമാൻ, ഒരു ദീനാറിന്റെ കണക്ക് തൂക്കം ഈമാൻ ഹൃദയത്തിലുള്ള ആളുകൾ അതിൽ നിന്ന് പുറപ്പെടുവിക്കപ്പെടും. പിന്നെ അതിനോടടുത്തവർ ഈമാൻ കൂടിയ ആളുകളെ ആദ്യം പുറത്തെടുക്കും. പിന്നെ ഈമാനിന്റെ തോതനുസരിച്ച് അതിനുള്ള മുൻഗണനാക്രമം അനുസരിച്ച് അങ്ങനെ ഓരോരുത്തരെയും മലക്കുകളും അമ്പിയാക്കളും സ്വാലിഹീങ്ങളും ശഫാഅത്ത് ചെയ്തുകൊണ്ട് നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടുന്നതാണ്. ഹത്താ യുഖ്രിജൂ മൻ കാന ഫീ ഖൽബിഹി അദ്നാ മിസ്ഖാലി ദർറത്തിൻ മിൻ ഈമാൻ, എത്രത്തോളം ഹൃദയത്തിൽ ഈമാനിന്റെ ഒരു ബിന്ദു, ഒരു ചെറിയ അളവുണ്ടെങ്കിൽ അവനെയും നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടുന്നതാണ്. ثم يخرج الله من النار من قال يوما من الدهر لا إله إلا الله, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആയുസ്സിൽ ഒരു പ്രാവശ്യമെങ്കിലും പറയേണ്ട രീതിയിൽ പറഞ്ഞ ഒരുത്തനുണ്ടെങ്കിൽ അവനെയും അല്ലാഹു തആല പിന്നീട് നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതാണ്. എന്തുകൊണ്ട്? നരകം മുഅ്മിനീങ്ങൾക്ക് ഖാലിദല്ല, മുഅ്മിനീങ്ങളുടെ സ്ഥിരവാസ കേന്ദ്രം നരകമല്ല. നരകം കാഫിരീങ്ങളുടെ സ്ഥിരവാസ കേന്ദ്രമാണ്, കാഫിരീങ്ങളുടെ സ്ഥിരവാസ കേന്ദ്രമാണ്. വലാ യബ്ഖാ ഫിന്നാരി ഇല്ലാ മൻ വജബ അലൈഹിൽ ഖുലൂദ്, നരകത്തിൽ സ്ഥിരതാമസക്കാരായി സ്ഥിരതാമസം നിർബന്ധമായ ആളുകൾ ആരാണോ അവരല്ലാത്തവരെ മുഴുവനും നരകത്തിൽ നിന്ന് അല്ലാഹു പുറത്തെടുക്കുന്നതാണ്. അതാരാ? കാഫിരീങ്ങളാണ്. കാഫിരീങ്ങളായ ആളുകൾ, മുശ്രിക്കീങ്ങളായ ആളുകൾ, അവരാണ് നരകത്തിൽ ഖാലിദീങ്ങളായ സ്ഥിരതാമസക്കാരായ ആളുകൾ. ഈമാൻ അണുമണി തൂക്കം ഹൃദയത്തിലുള്ളവൻ നരകത്തിൽ ഖാലിദല്ല. പക്ഷേ നരകത്തിൽ ഖാലിദല്ലെങ്കിലും ഒരു സെക്കൻഡ് പോലും നരകത്തിന്റെ ശിക്ഷ അനുഭവിക്കാൻ നമുക്ക് സാധ്യവുമല്ല. ഒരു സെക്കൻഡ് നരകത്തിന്റെ ശിക്ഷ അനുഭവിക്കാം എന്ന് കരുതണ്ട. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. നരകത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്ന ദോഷികളിൽ അല്ലാഹു നമ്മയോ അഖിലുകാരെയോ ഉൾപ്പെടുത്താതിരിക്കട്ടെ. പരമാവധി അമലുകൾ വർദ്ധിപ്പിക്കുക, പരമാവധി അമലുകൾ വർദ്ധിപ്പിക്കുക. അല്പം പ്രയാസപ്പെട്ടാലും അമലുകൾ വർദ്ധിപ്പിക്കുക. സ്വകാര്യമായ അമലുകൾ എത്രമാത്രം അമലുകൾ വർദ്ധിപ്പിക്കുന്നുവോ അത്രമാത്രം സിറാത്തിൽ നമുക്ക് വേഗത ലഭിക്കുന്നതാണ്. മനസ്സിലായോ? വെറും ഫർദ് നിസ്കാരങ്ങളെ കൊണ്ട് മാത്രം, ഫർദായ 5 നേരത്തെ നിസ്കാരങ്ങളെ കൊണ്ട് മാത്രം സായുജ്യമടയണ്ട. ഉള്ള സമയം പരമാവധി ഇബാദത്തുകൾക്ക് വേണ്ടി ചെലവഴിക്കാൻ ശ്രമിക്കുക. വെറുതെ അനാവശ്യമായി വിലപ്പെട്ട സമയങ്ങളെ ദുർവിനിയോഗം ചെയ്യുന്നതിന് പകരം അള്ളാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്യാൻ ശ്രമിക്കുക. ദിക്റുകൾ ചൊല്ലുക. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, മഹാന്മാരായ സ്വഹാബാക്കൾ നമുക്ക് വളരെ വ്യക്തമായ റസൂലുള്ളാഹി തങ്ങളുടെ ഉപദേശം പഠിപ്പിച്ചു തരുന്നുണ്ട്. നരകത്തിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള, നരകത്തിന്റെ ഭയാനകതയിൽ നിന്ന്, ഭീകരാവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ളൊരു വഴി
ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു. ബഹുമാനപ്പെട്ട ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു മുസ്നദിൽ രേഖപ്പെടുത്തി, ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, മൻ ഖറഅ ഖുൽ ഹുവല്ലാഹു അഹദ്, ആരെങ്കിലും ഖുൽ ഹുവല്ലാഹു അഹദ് ഓതിയാൽ, സൂറത്തുൽ ഇഖ്ലാസ് ആരെങ്കിലും ഓതിയാൽ, ഹത്താ യഖ്തിമഹാ 10 മർറാത്ത്, 10 പ്രാവശ്യം ഖുൽ ഹുവല്ലാഹു അഹദ് പൂർത്തിയാക്കി ഒരാൾ ഓതിയാൽ, എല്ലാ ദിവസവും 10 പ്രാവശ്യമെങ്കിലും സൂറത്തുൽ ഇഖ്ലാസിനെ ഒരാൾ പൂർത്തിയാക്കി ഓതിയാൽ, ബനല്ലാഹു ലഹു ഖസ്റൻ ഫിൽ ജന്ന, സ്വർഗ്ഗത്തിൽ അല്ലാഹു അവനൊരു മണിമാളിക പണിത് കൊടുക്കുന്നതാണ്. ഫഖാല ഉമറു, ഇത് കേട്ടപ്പോൾ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഇദൻ നസ്തക്സിറു യാ റസൂലല്ലാഹ്. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അക്സിർ വഅത്യബ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഉമർ ഖത്താബ് ചോദിച്ചു, നബിയെ, ഞങ്ങൾ അധികരിപ്പിക്കട്ടെയോ? ഞങ്ങൾ സൂറത്തുൽ ഇഖ്ലാസിനെ അധികരിപ്പിക്കാനാണോ അങ്ങ് പറയുന്നത്? അതെ, അധികരിപ്പിച്ചോളൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറുപടി പറയുകയും ചെയ്തു. സൂറത്തുൽ ഇഖ്ലാസ് അധികരിപ്പിക്കുക, സൂറത്തുൽ ഇഖ്ലാസ് പരമാവധി ഓതുക, ആഖിബത്ത് നന്നാകും. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് മരിക്കുന്ന സമയത്ത് പറയാൻ ആഗ്രഹിക്കുന്നവൻ സൂറത്തുൽ ഇഖ്ലാസ് വർദ്ധിപ്പിക്കട്ടെ. മഹാനായ ശൈഖുനാ ശംസുൽ ഉലമ സൂറത്തുൽ ഇഖ്ലാസ് സ്ഥിരമായി ഓതാറുണ്ടായിരുന്നു എന്ന് മഹാനവറുകളോട് അടുത്ത ആളുകൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. സ്ഥിരമായി സൂറത്തുൽ ഇഖ്ലാസ്, 100 കണക്കിന് സൂറത്തുൽ ഇഖ്ലാസുകൾ പാരായണം ചെയ്യുക. ഈമാൻ സലാമത്താകും, ആഖിബത്ത് നന്നായി മരിക്കാൻ സാധിക്കും, മരണസമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ സാധിക്കും. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. അമലുകൾ വർദ്ധിപ്പിക്കുക, അത് തന്നെയാണ് മാർഗം. നരകത്തിന്റെ സമീപത്ത് ഒരുമിച്ച് കൂട്ടപ്പെടും എന്ന വിഷയത്തിൽ ഒരു തർക്കവുമില്ല. നരകം കാണാതെ, നരകത്തിന്റെ മുകളിലൂടെയല്ലാതെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെടുകയില്ല എന്ന കാര്യം തീർച്ചയാണ്. അങ്ങനെ വരുമ്പോൾ സിറാത്ത് വിട്ടുകിടക്കാതെ സ്വർഗം പ്രാപിക്കാൻ ഒരാൾക്കും സാധിക്കില്ല എന്ന് വിശുദ്ധ ഖുർആൻ വ്യക്തമാക്കിയ സ്ഥിതിയിൽ, ആ അവസ്ഥയിൽ നമ്മൾ ചിന്തിക്കേണ്ടത് അതിൽ നിന്നുള്ള ഒരു മോചനമാണ്, അതിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള ഒരു പഴുതാണ്. അതിനുള്ള പഴുത് നമ്മൾ മനസ്സിലാക്കിയിടത്തോളം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും മഹാന്മാരായ നമ്മുടെ ഇമാമീങ്ങളും നേതാക്കളും മുൻഗാമികളും അവർ അവലംബിച്ചൊരു മാർഗമുണ്ട്. അമലുകൾ വർദ്ധിപ്പിക്കുക. അമലുകളുടെ തോതനുസരിച്ച് വേഗത കൂടുമെങ്കിൽ അമലുകൾ പരമാവധി വർദ്ധിപ്പിക്കുക. 10 ചെയ്തിരുന്നത് 20 ആക്കാൻ ശ്രമിക്കുക. ഓരോ ദിവസവും 10 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചിരുന്ന ആളുകളാണെങ്കിൽ അത് 22 റക്അത്താക്കാൻ ശ്രമിക്കുക. ഓരോ ദിവസവും 10 പ്രാവശ്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ ആളുകൾ അത് 20 പ്രാവശ്യമാക്കാൻ ശ്രമിക്കുക. മനസ്സിലായോ? പരമാവധി ഇബാദത്തുകൾ അധികരിപ്പിക്കുക. ഇബാദത്തിന് വേണ്ടി നമ്മൾ നിൽക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ നമുക്കുണ്ടാവേണ്ട ഒരൊറ്റ വിചാരമുണ്ട്. എന്താ? അങ്ങനെ നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ ചിന്തിച്ചാൽ നമ്മുടെ ഇബാദത്തുകൾക്ക് കൂടുതൽ നമുക്ക് താല്പര്യം തോന്നും. അതെന്താ? എന്റെ ഇബാദത്തുകൾ, ഞാൻ ചെയ്യുന്ന ഓരോ സൽക്കർമ്മങ്ങളും എത്ര ചെറുതാണെങ്കിലും വലുതാണെങ്കിലും, ഞാൻ ഇബാദത്തുകൾ ചെയ്യുന്നത് എത്രമാത്രം അധികരിച്ചാലും അതിന്റെ ഗുണം അനുഭവിക്കേണ്ടവൻ ഞാനാണ്. എന്റെ സിറാത്തിൽ എനിക്ക് വേഗത കൂടിക്കിട്ടും, അല്ലേ? എന്റെ സിറാത്തിൽ എനിക്ക് വേഗത കൂടുന്നതാണ് എന്റെ അമലുകൾ അധികരിക്കുന്നതിനനുസരിച്ച്. കൂടുതൽ ചെയ്യുന്നതിനനുസരിച്ച് വേഗത കൂടുതൽ കിട്ടും. മിന്നൽ വേഗതയിൽ സിറാത്ത് വിട്ടുകിടക്കുന്ന മുത്തഖീങ്ങളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. സിറാത്തിൽ നിന്ന് കാലിടറുന്നവരിൽ അല്ലാഹു നമ്മയോ അഹ്ലുകാരെയോ ഉൾപ്പെടുത്താതിരിക്കട്ടെ. നരകത്തിൽ പ്രവേശിച്ച് ഈമാൻ കൊണ്ട് പിന്നീട് മോചിതരായാൽ പോലും അത്തരം ആളുകളിൽ പോലും അല്ലാഹു നമ്മെ ഉൾപ്പെടുത്താതിരിക്കട്ടെ. നരകത്തിന്റെ ആ ഭയാനകത ഒരു സെക്കൻഡ് പോലും അനുഭവിക്കാനും അത് സഹിക്കാനും ഉള്ള ശേഷി നമുക്കില്ല. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا محمد
അർഹമുർ-റാഹിമായ അൽ മലിക്കുൽ ജബ്ബാറായ അല്ലാഹ്, ഞങ്ങൾ പറഞ്ഞതും കേട്ടതും കബൂൽ ചെയ്യണേ റഹ്മാനെ. റഹ്മാനെ, ഞങ്ങൾ പാപികളാണ്, ദോഷികളാണ്, വിവരം കുറഞ്ഞവരാണ്, അമല് കുറഞ്ഞവരാണ്. ഞങ്ങളിൽ നിന്ന് വന്നുപോയ എല്ലാ അബദ്ധങ്ങളും അഫൂ ചെയ്യണേ അല്ലാഹ്. ചെറുതും വലുതുമായ രഹസ്യവും പരസ്യവുമായി ഞങ്ങൾ ചെയ്തു കൂട്ടിയ എല്ലാ അബദ്ധങ്ങളും ഞങ്ങളോട് പൊറുക്കണേ അല്ലാഹ്. ഞങ്ങളുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ജ്യേഷ്ഠാനുജന്മാർ, ഞങ്ങളുടെ ഭാര്യമാർ, ഞങ്ങളുടെ മക്കൾ, ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞു പോയവർ, ഞങ്ങളോട് ദുആ വസിയത്ത് ചെയ്തവർ, ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട മുഴുവൻ ആളുകൾക്കും നീ മഗ്ഫിറത്ത് ചെയ്യണേ അല്ലാഹ്. റഹ്മാനെ, ഞങ്ങൾ ചെയ്ത ദോഷങ്ങൾ എത്ര വലുതാണെങ്കിലും നിന്റെ മഗ്ഫിറത്ത് വിശാലമാണ് അല്ലാഹ്. ഞങ്ങളോട് പൊറുക്കണേ റഹ്മാനെ. റബ്ബേ, ഞങ്ങളുടെയും ഞങ്ങളുടെ അഹ്ലുകാരുടെയും ശാരീരികവും മാനസികവുമായ രോഗങ്ങളെ നീ ശിഫയാക്കണേ അല്ലാഹ്. മാരകമായ രോഗങ്ങളെ കൊണ്ട് ഞങ്ങളെ ഒരാളെയും പരീക്ഷിക്കല്ലേ അല്ലാഹ്. റഹ്മാനെ, മാരകമായ രോഗങ്ങളെ കൊണ്ട് ഞങ്ങളിൽ ആരെയും പരീക്ഷിക്കല്ലേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, ക്യാൻസർ പോലുള്ള രോഗങ്ങളെ തൊട്ട് ഞങ്ങളെ നീ കാക്കണേ അല്ലാഹ്. റബ്ബേ, ഞങ്ങളുടെ അഹ്ലുകാരിലും കുടുംബങ്ങളിലും ഈ രോഗങ്ങളെ കൊണ്ട് വിഷമിക്കുന്ന, മാരകമായ രോഗങ്ങളെ കൊണ്ട് വിഷമിക്കുന്ന പലരുമുണ്ട്. നിന്റെ മഹ്ദ് ഫദ്ല് കൊണ്ട് ശിഫയാക്കണേ അല്ലാഹ്, ശിഫയാക്കണേ അല്ലാഹ്. റഹ്മാനെ, രോഗശമനത്തിന് വേണ്ടി ഞങ്ങളോട് ദുആ ചെയ്യാൻ വസിയ്യത്ത് ചെയ്ത നിരവധി ആളുകളുണ്ട്. ഇവിടെ വെച്ച് ദുആ ചെയ്യാൻ പറഞ്ഞ ഒരു സഹോദരി റഹ്മാനെ, തന്റെ മകളുടെ കാര്യത്തിൽ രോഗശമനത്തിന് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നു. നീ ശിഫയാക്കണേ അല്ലാഹ്, നീ ശിഫയാക്കണേ അല്ലാഹ്. ഞങ്ങളെയോ അഹ്ലുകാരെയോ ഒരു നിലക്കുള്ള രോഗങ്ങൾക്കും അടിമപ്പെടുത്തല്ലേ അല്ലാഹ്. റഹ്മാനെ, സാമ്പത്തികമായ ഞങ്ങളുടെ ബാധ്യതകളെ നീ തീർക്കണേ അല്ലാഹ്. കടം കൊണ്ട് ഞങ്ങളെ നീ പരീക്ഷിക്കല്ലേ അല്ലാഹ്. കടത്തോടുകൂടെ മരിപ്പിക്കല്ലേ അല്ലാഹ്. റഹ്മാനെ, മരിക്കുന്നതിന്റെ മുമ്പ് ഹക്കടപാടുകൾ തീർക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. റഹ്മാനെ, ഞങ്ങൾ മഈശത്ത് തേടി വന്നവരാണ്, ഇവിടെ ഞങ്ങളെ പരീക്ഷിക്കല്ലേ അല്ലാഹ്. രോഗികളാക്കല്ലേ അല്ലാഹ്. റഹ്മാനെ, ഞങ്ങളുടെ നാട്ടിലേക്ക് സന്തോഷത്തോടെ തിരിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ടും അപകട മരണങ്ങളെ തൊട്ടും കാക്കണേ അല്ലാഹ്. റഹ്മാനെ, അപകടത്തിൽപ്പെട്ട് മറ്റുള്ളവരെ ആശ്രയിക്കേണ്ട ദുരവസ്ഥ ഞങ്ങൾക്കോ അഹ്ലുകാർക്കോ നൽകല്ല അല്ലാഹ്. റബ്ബേ, ഞങ്ങളുടെ ജോലികളിലും കച്ചവടങ്ങളിലും ബിസിനസ്സുകളിലും ബറക്കത്തും നിഅമത്തും വർദ്ധിപ്പിക്കണേ അല്ലാഹ്. ഞങ്ങൾ ചെയ്യുന്ന ദോഷങ്ങൾ കാരണം, ഞങ്ങളുടെ നന്ദികേട് കാരണം ഞങ്ങളുടെ നിഅമത്തുകളെ എടുത്തു കളയരുത് അല്ലാഹ്. റഹ്മാനെ, നിന്റെ ത്വഅത്തിലായി ദീർഘായുസ്സും സിഹത്തും ആഫിയത്തും ഞങ്ങൾക്കും അഹ്ലുകാർക്കും പ്രദാനം ചെയ്യണേ അല്ലാഹ്. റബ്ബേ, ഞങ്ങളുടെ മക്കളെ നീ സ്വാലിഹീങ്ങളും ആലിമീങ്ങളും ആക്കണേ അല്ലാഹ്. സ്വാലിഹീങ്ങളും ആലിമീങ്ങളുമായ മക്കളെ നിന്റെ ഔദാര്യമായി ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. റഹ്മാനേ, ഞങ്ങൾക്ക് നാഫിയായ ഇൽമും ഈമാനും തഖ്വയും വർദ്ധിപ്പിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ഇൽമിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. നാഫിയാക്കണേ അല്ലാഹ്. റഹ്മാനേ, ഉഖറവീങ്ങളായ ഉലമാക്കളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ ദീർഘായുസ് നൽകണേ അല്ലാഹ്. അവരുടെ രോഗങ്ങൾക്ക് നീ ശമനം നൽകണേ അല്ലാഹ്. പ്രായാധിക്യം കാരണം അവർ അനുഭവിക്കുന്ന വിഷമതകളെ നീ പരിഹരിക്കണേ അല്ലാഹ്. റഹ്മാനെ, മരിക്കുന്നതിന്റെ മുമ്പ് ഹജ്ജും ഉംറയും മഖ്ബൂലായി നിർവഹിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ മാതാപിതാക്കൾ വൃദ്ധരാണ്. റഹ്മാനെ, അവരുടെ കാലം കഴിയും മുമ്പ് ഒരു പ്രാവശ്യമെങ്കിലും മക്കയിൽ കൊണ്ടുപോകാനും ഹബീബായ മുത്തുനബിയുടെ ചാരത്ത് കൊണ്ടുപോകാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നവരാണ്. തൗഫീഖ് നൽകണേ അല്ലാഹ്. റഹ്മാനെ, തൗഫീഖ് നൽകണേ അല്ലാഹ്. അർഹമുർ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ അല്ലാഹ്,
ജീവിക്കൽ ഖൈറാകുന്നിടത്തോളം ഇസ്സത്തോടെ റാഹത്തോടെ പരിപൂർണ മുഅ്മിനായി മുസ്ലിമായി ജീവിച്ച് മരിക്കൽ ഖൈറാകുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉറക്കെ ആവർത്തിച്ചുച്ചരിച്ച് മരിക്കുന്ന മുത്തഖീങ്ങളിൽ ഞങ്ങളെയും അഹ്ലുകാരെയും ഉൾപ്പെടുത്തണേ അല്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين وبفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل